പത്തനംതിട്ട ചുട്ടിപ്പാറ SME കോളേജ് ഓഫ് നഴ്സിംഗിലെ 4ാം വർഷ വിദ്യാർത്ഥിനി അമ്മു എ സജീവിന്റെ മരണത്തിൽ അടിമുടി ദുരൂഹതയാണ്. കോളേജ് അധികൃതരുടെ വിശദീകരണത്തിൽ പൊരുത്തക്കേടുകളുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അമ്മു കെട്ടിടത്തിൽ നിന്ന് ചാടിയെന്നാണ് സഹപാഠികൾ പറഞ്ഞത്. എന്നാൽ തുണിയെടുക്കാൻ പോയപ്പോൾ കാൽ തെറ്റി വീണെന്നായിരുന്നു വാർഡൻ പറഞ്ഞത്. അമ്മു കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടിയെന്ന് 4:30-ഓടെ വിദ്യാർത്ഥിനികൾ ക്ലാസ് ടീച്ചറെ വിളിച്ചറിയിച്ചെന്നാണ് കോളേജിൽ നിന്ന് പറഞ്ഞത്. എന്നാൽ തൊട്ടടുത്തുള്ള പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അമ്മുവിനെ എത്തിച്ചത് വളരെ വൈകിയാണ്. 2.6 കിലോമീറ്റർ ദൂരം മാത്രമുള്ള ആശുപത്രിയിൽ 5:15-ഓടെയാണ് അമ്മുവിനെ എത്തിച്ചതെന്നാണ് ആശുപത്രി രേഖയിലുള്ളത്. അതായത് 3/4 മണിക്കൂറോളം വൈകി. ഇതിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നു. 1 മണിക്കൂർ 37 മിനിറ്റ് ആശുപത്രിയിൽ കിടത്തിയെന്നാണ് പറയുന്നത്. സൗകര്യങ്ങളില്ലാത്തതിനാൽ 108 ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആശുപത്രിയിൽ നിന്നും നിർദ്ദേശിച്ചെന്നും പറയുന്നു. ഇതിന് തടസ്സം നിന്നത് ആരെന്ന് കണ്ടെത്തണമെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. വെന്റിലേറ്റർ അടക്കം സൗകര്യമുള്ള ആംബുലൻസിൽ കൊണ്ടുവരണമെന്നാണ് ആവശ്യപ്പെട്ടത്. വഴിയിൽ പല ആശുപത്രികൾ ഉണ്ടായിരുന്നിട്ടും അവിടെ എങ്ങും അമ്മുവിനെ കാണിക്കാൻ അവർ ശ്രമിച്ചില്ല. ശരീരത്തിൽ പൊട്ടലുകൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ആംബുലൻസിലേക്ക് കയറ്റും മുൻപ് മുൻകരുതൽ സ്വീകരിച്ചില്ല. 3ാം നിലയിൽ നിന്ന് വീണിട്ടും അതിന്റെ തെളിവുകൾ ശരീരത്തിലോ അമ്മു ധരിച്ചിരുന്ന യൂണിഫോമിലോ ഉണ്ടായിരുന്നില്ലെന്ന് മൃതദേഹ പരിശോധനയ്ക്ക് സാക്ഷിയായിരുന്ന പോത്തൻകോട് പഞ്ചായത്ത് അംഗം ബിന്ദു സത്യൻ പറഞ്ഞു. വസ്ത്രത്തിൽ രക്തക്കറയോ ചെളിയോ മണ്ണോ പുരണ്ടിരുന്നില്ല. യൂണിഫോമിന്റെ മുൻവശം കീറിയിരുന്നു. നെറ്റിയുടെ ഒരു ഭാഗത്ത് ചെറിയ ചതവും തലയുടെ പിറകിൽ 2 പാടുകളും ഉണ്ടായിരുന്നുവെന്നാണ് അവർ പറഞ്ഞത്. മകൾ വീണതറിഞ്ഞ് വിവരമറിയാൻ പലവട്ടം ഹോസ്റ്റൽ വാർഡനെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. ഒടുവിൽ 5:15-ഓടെയാണ് ഫോൺ എടുത്തതെന്ന് അമ്മുവിന്റെ അമ്മ രാധാമണി പറഞ്ഞു. എന്നാൽ വിദ്യാർത്ഥികൾ പറഞ്ഞതിന് വിപരീതമായി തുണിയെടുക്കാൻ പോയപ്പോൾ കാൽ തെറ്റി വീണെന്നായിരുന്നു വാർഡൻ പറഞ്ഞത്. ഹോസ്റ്റലിലെ ലാൻഡ് ഫോണിൽ വിളിച്ചപ്പോൾ അറിയിച്ചത് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയെന്നും ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മകളോട് 2 വാക്ക് സംസാരിക്കും മുമ്പ് ഫോൺ പിടിച്ചു വാങ്ങിയതുപോലെ തോന്നിയതായും രാധാമണി പറയുന്നു. മറ്റൊരു കുട്ടിയുടെ ലോഗ് ബുക്ക് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അമ്മുവിനെ മോശക്കാരിയാക്കാൻ ശ്രമം നടന്നുവെന്ന് രാധാമണി പറഞ്ഞു. അമ്മുവിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണത്തിനാണ് പോലീസ് ഒരുങ്ങുന്നത്. അന്വേഷണത്തിൽ വീഴ്ചയുണ്ടാകാതിരിക്കാനും വിദ്യാർത്ഥികൾക്ക് ഭയം കൂടാതെ കാര്യങ്ങൾ അറിയിക്കാനും വേണ്ടത് ചെയ്തെന്ന് അമ്മുവിന്റെ വീട്ടിൽ വിവരം ശേഖരിക്കാനെത്തിയ ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി അംഗങ്ങൾ പറഞ്ഞു. പേരുകൾ വയ്ക്കാതെ അവർക്ക് അറിയിക്കാനുള്ള കാര്യങ്ങൾ എഴുതി ബോക്സിൽ ഇടാനാണ് ആവശ്യപ്പെട്ടത്. എല്ലാവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. വൈകാതെ റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് കൈമാറുമെന്ന് അവർ പറഞ്ഞു.